നമസ്കാരം. CPIM-ന്റെ മെക്ക അല്ലെങ്കിൽ വത്തിക്കാനാണ് AKG സെൻറ്റർ. തിരുവനന്തപുരം നഗരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ AKG സെൻറ്റർ CPIM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാലയം പോലെയാണ്. അവിടെ CPIM-ന്റെ ഉന്നത നേതാക്കൾക്കൊക്കെ ഓഫീസ് മുറിയുണ്ട്. അതിനോട് ചേർന്ന് CPIM നേതാക്കൾക്കൊക്കെ താമസിക്കാൻ ഫ്ലാറ്റുണ്ട്. അങ്ങനെ രാജാക്കന്മാരെ പോലെ CPIM തലയെടുപ്പോടെ നെഞ്ചുയർത്തി നടക്കുന്നത് തിരുവനന്തപുരത്തെ AKG സെൻറ്ററും പരിസര പ്രദേശവും ഉള്ളതുകൊണ്ടാണ്. അത് തിരിച്ചറിഞ്ഞാവാം CPIM പുതിയ AKG സെൻറ്റർ പണിതതും മാറിയതും. ആ പുതിയ AKG സെൻറ്ററിന് ഭൂമി വാങ്ങിയതും പണ്ട് നിലച്ചുപോയ ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ യഥാർത്ഥ ഉടമകളെ അറിയിക്കാതെ നിയമവിരുദ്ധമായി കൈമാറി എന്ന് പരാതി രംഗത്തുണ്ട്. എന്നിരുന്നാലും CPIM-നെ അവരുടെ ഔദ്യോഗിക AKG സെൻറ്റർ, പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന AKG സെൻറ്റർ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ഇതിൽ VD സതീശൻ ഭരണം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ AKG സെൻറ്റർ പൊളിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. UDF 5 കൊല്ലത്തിൽ കൂടുതൽ ഭരിക്കില്ല, 5 വർഷം പോലും തികയ്ക്കില്ല എന്നൊക്കെ കരുതുന്ന പലരുമുണ്ട്. പക്ഷെ വാസ്തവം അങ്ങനെയല്ല. സാധാരണ UDF നേതാക്കളെ പോലല്ല VD സതീശൻ. സ്വന്തം വഴി വെട്ടിത്തെളിച്ച് ആ വഴിയിലൂടെ മുഖ്യമന്ത്രി കസേരയിൽ വന്നിരുന്ന ആളാണ് VD സതീശൻ. എല്ലാവിധ അഭ്യാസങ്ങളും സതീശൻ അറിയാം. ഹൈക്കമാൻഡിനെ മറികടന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയുമെങ്കിൽ സതീശൻ ഈ തന്ത്രങ്ങളിലൂടെ 10 വർഷമോ 15 വർഷമോ ഇവിടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതിനു വേണ്ട മേമ്പടിയൊക്കെ സതീശന് കയ്യിലുണ്ട്. അതിന് കയ്യടി കിട്ടാൻ സതീശൻ വേണ്ടി വന്നാൽ AKG സെൻറ്ററും പൊളിക്കും. കോംപ്രമൈസ് രാഷ്ട്രീയമല്ല നാട്ടിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ധീരതയോടെയുള്ള നിലപാടിന് കയ്യടി കിട്ടും എന്ന് സതീശൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഇടപെടാൻ സതീശന് കഴിയുമെന്ന് തീർച്ച. അല്ലെങ്കിൽ RS ശശികുമാർ എന്ന് പറയുന്ന അഴിമതി ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിൽ കയറുമായിരുന്നില്ല. 23 വർഷം മുമ്പ് അദ്ദേഹം റിട്ടയർ ചെയ്തതെന്ന് ഓർക്കണം. ഏതാണ്ട് 80 വയസ്സ് പ്രായമായി ഈ RS ശശികുമാറിനെ. ആ RS ശശികുമാർ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി സെനറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ നിയമനമല്ല. കോൺഗ്രസ് പാർട്ടിയിൽ ഇത്രയേറെ ഇച്ഛാശക്തിയുള്ള, അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്ന, ചെയ്യുന്ന കാര്യങ്ങൾ ജയിച്ചെടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന മറ്റൊരാൾ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. 1968 RS ശശികുമാർ കേരള യൂണിവേഴ്സിറ്റി ജീവനക്കാരനായി ജോലി കയറുന്നത്. 2003 ജോയിന്റ് രജിസ്ട്രാറായി റിട്ടയർ ചെയ്യുന്നത്. 70 തന്നെ അദ്ദേഹം കോൺഗ്രസ് തൊഴിലാളികളുടെ ഒരു യൂണിയൻ അവിടെ ഉണ്ടാക്കി. ഉമ്മൻചാണ്ടിയായിരുന്നു ആ യൂണിയന്റെ പ്രസിഡന്റ്. അങ്ങനെ സർവകലാശാല ജീവനക്കാരുടെ ഒരു കോൺഗ്രസ് വിഭാഗം ശക്തമായി ഉണ്ടാക്കിയ ഈ നേതാവ് ഒരു സ്ഥാനമാനത്തിൻ്റെ പിന്നാലെ ഒരിക്കലും പോയിട്ടില്ല. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്ന പേരിൽ ഒരു ജനകീയ പ്രസ്ഥാനമുണ്ടാക്കി കഴിഞ്ഞ 10 വർഷം പിണറായി ഭരണത്തിൻ്റെ കീഴിൽ നമ്മുടെ നാട്ടിലെ സർവകലാശാലകൾ ഇല്ലാതാകുന്നതിനെതിരെ യുദ്ധം ചെയ്ത ആളാണ്. അദ്ദേഹത്തെ പിടിച്ച് സിൻഡിക്കേറ്റിൽ ഇട്ടപ്പോൾ തന്നെ ചില സൂചനകൾ വ്യക്തമായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മലിൻ്റെ നേതൃത്വത്തിൽ ചേർന്നപ്പോൾ സുപ്രധാനമായൊരു തീരുമാനമെടുത്തു. കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥലങ്ങളെല്ലാം അളന്നു തിട്ടപ്പെടുത്താനായിരുന്നു തീരുമാനമെടുത്തത്. ഇത് അത്ര എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല. കാരണം കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥലങ്ങളിൽ മിക്കതും CPIM-ന് താല്പര്യമുള്ള വ്യക്തികളുടെയോ അധീശത്വത്തിലാണ്. 92 JV വിളനിലം എന്നയാൾ VC ആയിരുന്നപ്പോഴാണ് ഇത്തരമൊരു ആദ്യ ശ്രമം ഉണ്ടാവുന്നത്. വിളനിലം കേരള യൂണിവേഴ്സിറ്റിയുടെ ഭൂമി അളക്കാനും അന്യാധീനപ്പെട്ടത് തിരിച്ചെടുക്കാനും പ്രഖ്യാപനം നടത്തിയപ്പോൾ സംഭവിച്ചത് വിളനിലത്തിനെതിരെ സമരം നടത്താൻ SFI രംഗത്തിറങ്ങിയായിരുന്നു. വ്യാജ ഡിഗ്രിയാണ് എന്ന ഒരു കള്ളപ്പരിപ്രേക്ഷമുണ്ടാക്കി വിളനിലത്തിനെതിരെ അവർ 2 വർഷം സമരം നടത്തി. ഇതോടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഭൂമി അളക്കാനുള്ള തീരുമാനം അട്ടിമറിക്കപ്പെട്ടു. ഇതിന് കാരണം 1977 AKGയുടെ പേരിൽ ഒരു ഗവേഷണ സ്ഥാപനം തുടങ്ങാൻ കേരള സർക്കാർ കൊടുത്ത ഭൂമിയിലാണ് AKG സെൻറ്റർ പണിതുയർത്തിയത്. ഇവിടെ 2 ഗൗരവമേറിയ വിഷയമുണ്ടായി. ഒന്ന്, AKG സെൻറ്റർ പണിയാനല്ല ഭൂമി കൊടുത്തത്, AKG ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടിയാണ്. 2, കേരള യൂണിവേഴ്സിറ്റിയുടെ ഭൂമി ഇവർ അതിക്രമിച്ച് കടന്ന് അതിരുമാന്തി വലുതാക്കി. കേരള യൂണിവേഴ്സിറ്റി ഭൂമിയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് AKG സെൻറ്ററിൻ്റെ കെട്ടിടം. അതുകൊണ്ട് തന്നെ ഭൂമി അളന്നാൽ AKG സെൻറ്റർ പൊളിക്കേണ്ടി വരും. അതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. ആ ധൈര്യമാണ് സതീശൻ്റെ ഭരണകാലത്ത് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഇങ്ങനെ തീരുമാനമെടുക്കാൻ 2 കാരണങ്ങൾ. ഒന്ന്, RS ശശികുമാറിൻ്റെ നിരന്തരമായ പോരാട്ടം. 2, മോഹൻ കുന്നുമേൽ ഒരു RSS അനുഭാവിയായ VC-യാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഭരണം സംഘിഭരണം എന്നാണല്ലോ CPIM പറയുന്നത്. തിരുവനന്തപുരം മേയർ BJP-കാരനാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ സ്വാഭാവികമായും AKG സെൻറ്ററിനെ ചരമഗീതം പാടാൻ സമയമായെന്ന് നമുക്ക് പറയാം. കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനമിരിക്കുന്ന തിരുവനന്തപുരം പാളയത്തെ ഭൂമി കടന്നു കയറിയാണ് AKG സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്.
യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം പലരും കയ്യേറിയിട്ടുണ്ട്. സ്റ്റുഡൻറ് സെൻ്റർ ഇരിക്കുന്ന PMGയിലെ സ്ഥലം പലരും കയ്യേറിയിട്ടുണ്ട്. ആക്കുളത്ത് സ്ഥലം ഒരുപാട് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാര്യവട്ടം ക്യാമ്പസ് ഏതാണ്ട് 400 ഏക്കറിലായിരുന്നു. അതിൽ മിക്കതും പലരും കയ്യേറിപ്പോയി. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് വേണ്ടി യൂണിവേഴ്സിറ്റി ഭൂമിയാണ് അനധികൃതമായി കൈമാറിയതും അത് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതും. അങ്ങനെ ശതകോടികളുടെ ഭൂമി കേരള യൂണിവേഴ്സിറ്റിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയൊക്കെ അളന്നു തിട്ടപ്പെടുത്താൻ സർവേ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ്. അളക്കാൻ തുടങ്ങിയാൽ കളി മാറും. അളക്കലിൽ അവസാനിക്കില്ല. പിടിച്ചെടുക്കലിലും പൊളിച്ചെടുക്കലിലും ഇത് സമാപിക്കൂ. ചുരുക്കി പറഞ്ഞാൽ AKG സെൻറ്റർ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തേണ്ടി വരും. കാരണം അത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിൽ അനധികൃതമായി ഇരിക്കുന്നതാണ്. RS ശശികുമാർ വെറുതെ ഒരു സിൻഡിക്കേറ്റ് അംഗം എന്ന നിലയിൽ ഈ യുദ്ധം നയിക്കുന്നതല്ല. ഏതാനും വർഷങ്ങളായി കേരള യൂണിവേഴ്സിറ്റിയുടെ ഭൂമി അളക്കണമെന്നും അനധികൃത കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം എന്നും ആവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി കൊടുത്തിരുന്നു RS ശശികുമാർ. ഇതു സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഒരു കേസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണ് ഇപ്പോഴത്തെ ഈ നാടകീയ നീക്കം. എന്തായാലും AKG സെൻറ്റർ സതീശൻ്റെ ഭരണകാലത്ത് പൊളിച്ചാൽ പോലും അതിശയിക്കേണ്ടതില്ല. കാരണം സതീശൻ്റെ രാഷ്ട്രീയം ആർക്കും അത്ര എളുപ്പത്തിൽ പിടികിട്ടുന്നതല്ല. ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിലൂടെ തനിക്ക് നിലനിൽക്കാൻ കഴിയില്ലെന്ന് സതീശനറിയാം. അതുകൊണ്ട് തന്നെ സതീശൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു. AKG സെൻറ്ററിലേക്ക് ബുൾഡോസർ വരുന്ന ദിനങ്ങൾ നമുക്കും കാത്തിരിക്കാം.